ഹായ് മക്കളെ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. അക്കൗണ്ടൻസിയാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന വിഷയം. +1 അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. എന്താണ് അക്കൗണ്ടൻസി, എന്തിനാണ് അക്കൗണ്ടൻസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ +1 പഠിച്ചിരുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് സിംഗിൾ ഓണർ, ഒരു ഓണറുള്ള ബിസിനസ്സിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുക, അവിടെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായി നമ്മൾ എന്ത് ചെയ്തിരുന്നത് +1 പഠിച്ചിരുന്നത്. എന്നാൽ നമ്മൾ +2 കടക്കുന്ന സമയത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതലായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ AFSൻ്റെ ഭാഗങ്ങളും ചില കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം അക്കൗണ്ടൻസി 2 രൂപത്തിലാണ് നമുക്ക് +2 പഠിക്കാനുള്ളത്. ഒന്ന് പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമാണ്, മറ്റൊന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അതല്ലെങ്കിൽ AFSൻ്റെ ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ +2 കടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം +1 നമ്മൾ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതായത് 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും 3ാമത്തെ ചാപ്റ്ററും ഇതൊക്കെ ബേസ് ചാപ്റ്റേഴ്സ് ആയിരുന്നു +1 അല്ലേ. എന്നാൽ അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ പരസ്പരം കണക്ഷൻ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആണ്. ഉദാഹരണത്തിന് 5ാമത്തെ ചാപ്റ്ററായ BRS നമുക്ക് അറിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് 6ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ 7ാമത്തെ ഡിപ്രീസിയേഷൻ അറിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് 8ാമത്തെ ചാപ്റ്റർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. വിച്ച് മീൻസ് അവിടെ വലിയൊരു കണക്ഷൻസോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ +2 അക്കൗണ്ടൻസിയുടെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ 2nd ചാപ്റ്റർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ 2nd ചാപ്റ്ററും 1st ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ മാത്രമേ 3rd ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമാവുള്ളൂ എന്നുള്ളതാണ് സത്യം. വിച്ച് മീൻസ് +2 നോക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. സോ +2 നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ +1 നമ്മൾ പഠിച്ച പാറ്റേൺ അല്ല, ചെറുതായ ഒരു വ്യത്യാസം നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, +2 കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യം ഒന്ന് ഡീറ്റെയിൽഡ് ക്ലാസ് റൂമുകളാണ്. അതായത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് +2 നോക്കുന്ന സമയത്ത്. കൂടാതെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകളും നമുക്ക് വേണം. അതായത് ഓരോ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ കൂടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമുണ്ട്. സപ്പോസ് ഞാൻ പറയാം, ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടു, ആ ചാപ്റ്റർ കണ്ട സമയത്ത് നിങ്ങൾക്ക് ചില സംശയങ്ങൾ, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സുകൾ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാക്കൾട്ടിയോട് നേരിട്ട് ചോദിച്ച് എന്ത് ചെയ്യാം, അതിന് ഉത്തരങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ്. സോ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ക്രിസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഷോർട്ട് നോട്ടുകൾ. ഓക്കെ അല്ലേ. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ടുകൾ നമുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്റേഴ്സിലും മുൻകാല വർഷങ്ങളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ. ഇനി ഇതൊന്നും അല്ലാതെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് എക്സാംസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയ പ്ലാനിങ്ങോട് കൂടി നമുക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് +2 ഏറ്റവും മികച്ച മാർക്കോട് കൂടി നമുക്ക് മുന്നോട്ട് ഹയർ സ്റ്റഡീസിലേക്ക് കടക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ മുമ്പിൽ ഇനി എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. സൈലം കൊമേഴ്സ് ഫോർ യു. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോന്നും ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ട സമയത്ത്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, നിങ്ങൾക്ക് വേണ്ട പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് സൈലത്തിലെ യുവ ബാച്ച്. സോ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കൂടിക്കൊണ്ട് നമ്മൾ സൈലത്തിലെ യുവ ബാച്ചിൽ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളാണ് നമ്മൾ സൈലത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ഫാക്കൾട്ടീസാണ് സൈലത്തിൽ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ എക്സാമിനേഷൻസ് കഴിയും തോറും സൈലത്തിലെ കുട്ടികൾക്ക് എക്സാമിനേഷൻ എളുപ്പമാവാറാണ് ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ. സോ +2 അക്കൗണ്ടൻസിയും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും മികച്ചതാക്കി, ഏറ്റവും ബെസ്റ്റാക്കി, ഏറ്റവും മികച്ച മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മുൻപോട്ട് പോകാം. സോ ഇനിയും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് യുവയുടെ ബാച്ച് പർച്ചേസ് ചെയ്ത് വെച്ചോ. കാരണം ഇപ്പോൾ നമ്മൾ സൈലത്തിൽ നമ്മൾ ബേസ് ക്ലാസ്സോട് കൂടിയാണ് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് +1 നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഡസൻ മാറ്റർ, +1 നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഡസൻ മാറ്റർ, +1 എക്സാമിനേഷൻ ടഫ് ആയിരുന്നു, ഡസൻ മാറ്റർ, ഇവിടെ ബാധിക്കുന്ന കാര്യമേ അല്ല. കാരണം നമ്മളിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ വിഷയത്തിൻ്റെയും ബേസിക്സോട് കൂടിയിട്ടാണ്. അതായത് അക്കൗണ്ടൻസിയുടെ ബേസിക് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നു, എക്കണോമിക്സിന്റെ ബേസിക് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നു, ബിസിനസ് സ്റ്റഡീസിന്റെ ബേസിക് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിൻ്റെയും +2 എന്താണ് ആവശ്യമായിട്ടുള്ളത്, ആ ആവശ്യമായ ഭാഗത്തിന്റെ ബേസിക്സോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബേസ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നന്നായി പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.